ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. ഏകദേശം AD 95 കാലയളവിൽ അന്നത്തെ ഏഷ്യ മൈനർ, ഇന്നത്തെ മോഡേൺ ടർക്കി ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ്റെ കാലത്ത് എഫെസസ് എന്ന ചർച്ചിൻ്റെ മൂപ്പനായിരുന്ന കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ ദൈവവചനവും സാക്ഷ്യവും മൂലം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട സമയത്ത് യേശു കർത്താവ് ഒരു ദൂതൻ വഴി പ്രദർശിപ്പിച്ച 7 സഭകൾക്ക് ഉള്ള ദൂതുകളാണല്ലോ നാം ഇപ്പോൾ റെവലേഷൻ 2-3 അധ്യായങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റെവലേഷൻ 2-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 3-ാമത്തെ സഭ പെർഗമോസ് എന്ന സഭയ്ക്ക് ഉള്ള ദൂതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പെർഗമോസ് സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, എഫെസസിൽ നിന്നും ഏകദേശം 100 മൈൽ നോർത്തിൽ, അജിയൻ സീയിൽ നിന്നും ഏകദേശം 16 മൈൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പെർഗമോസ് ഇന്നത്തെ മോഡേൺ ഡേ ടർക്കിയിൽ ഉള്ള ബെർഗമ എന്ന സിറ്റിയായി അറിയപ്പെടുന്നു. പെർഗമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈറ്റ് ഓർ എലിവേഷൻ എന്നാണ്. 1000 അടിയോളം ഉയരമുള്ള ടെറസുകളായി നിർമ്മിക്കപ്പെട്ടിരുന്ന പുരാതനവും വളരെ സമ്പത്തും ഉള്ള ഒരു നഗരമായിരുന്നു പെർഗമോസ്. അതുകൊണ്ട് തന്നെ കാൽക്കസ് നദിക്കും ചുറ്റുമുള്ള പർവ്വതങ്ങൾക്കുമിടയിൽ കൃഷികൾക്ക് യോഗ്യമായ ഒരു പീഠഭൂമിയിൽ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. ഈ സ്ഥലം പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരുന്നു. എങ്കിലും 334 BC-യിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, 133 BC-യിൽ റോമൻ എംപയർ, ഇവർ ഉൾപ്പെടെ പല പ്രാവശ്യം ഈ നഗരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സമയത്തെ സഭയുടെ അവശിഷ്ടങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എങ്കിൽ ആൻഷ്യൻ്റ് പെർഗമോസിലെ ധാരാളം അവശിഷ്ടങ്ങൾ ഇന്ന് ആർക്കിയോളജിക്കൽ സൊസൈറ്റി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി സംരക്ഷിച്ചിട്ടുണ്ട്. പല ടെറസുകളിലുള്ള ഒരു തിയേറ്റർ, ഒരു ജിംനേഷ്യം, ഒരു ലൈബ്രറി, ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ഇതുകൂടാതെ ദ ഗ്രേറ്റ് ആൾട്ടാർ ഓഫ് സോസ് എന്ന ദേവൻ്റെ ടെമ്പിൾ, ആൾട്ടാർ ഓഫ് അദീന ഗോഡസ്, ഇവയുൾപ്പെടെ ജാതികളുടെ പല ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പെർഗമോസിനെ സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്ന് സംബോധന ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇവിടെ കർത്താവ് പെർഗമോസ് സഭയെ അഭിബോധനം ചെയ്യുന്നത് ദൈവവചനമായ മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ എന്നാണ്. ഇവിടെ നാം വായിക്കുന്ന മൂർച്ചയേറിയ വാൾ ഹീബ്രൂസ് 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ദൈവവചനത്തെയും റോമ ഭരണാധാരികൾക്ക് എതിരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു വെല്ലുവിളിയുമായി കണക്കാക്കാം. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഞാൻ അറിയുന്നു, ഐ നോ എന്ന പദം എല്ലാ സഭകളോടും കർത്താവ് ആദ്യം തന്നെ പറയുന്നത് നാം ശ്രദ്ധിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്. ഓരോ സഭയ്ക്കും ഓരോ പ്രത്യേകവും വ്യത്യസ്തവുമായ മെസ്സേജാണ് കർത്താവ് നൽകുന്നത്. എഫെസസ് സഭയെ കർത്താവ് വിളിക്കുന്നത് ദ ചർച്ച് ഹു ലോസ്റ്റ് ദ ഫസ്റ്റ് ലവ് എന്നാണ്. സ്മിർന സഭയെ ദ സഫറിംഗ് ചർച്ച് എന്ന് അറിയപ്പെടുന്നു. ഇവിടെ പെർഗമോസ് ഈസ് സിറ്റുവേറ്റഡ് വേർ ദ സൈറ്റൻസ് ത്രോൺ ഈസ്. ദാറ്റ് മീൻസ് ദ ചർച്ച് ഈസ് ഇൻ ദ റോങ് നെയ്ബർഹുഡ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പെർഗമോസ് സഭയുടെ വളരെ വൈഷമ്യമേറിയ ചുറ്റുപാടുകൾ കർത്താവിന് പൂർണ്ണമായും അറിയാമായിരുന്നു. സാത്താൻ്റെ സിംഹാസനം ഉള്ള സ്ഥലവും
സാത്താൻ വസിക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു പെർഗമോസ്. ആ കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച റോമൻ ഭരണാധികാരികളോട് അവിടുത്തെ ആളുകൾ ആരാധിച്ചിരുന്ന സൂസ് എന്ന ദേവൻ്റെ ബലിപീഠമോ അവർ ആരാധിച്ചിരുന്ന ഡയനൈസിസ് എന്ന റോമൻ ചക്രവർത്തിയുടെ സിംഹാസനമോ ഇതെല്ലാം കൂടിയോ ആയിരിക്കാം ഈ സാത്താൻ്റെ സിംഹാസനം. എന്തായാലും പെർഗമോസ് അനീതിയും ദുരാചാരങ്ങളും മതപീഡനങ്ങളും ഉള്ള ഒരു പട്ടണമായിരുന്നു എന്നതിന് സംശയമില്ല. അന്ന് പെർഗമോസ് സഭയിൽ ഉണ്ടായിരുന്ന അന്തിപ്പാസ് എന്ന ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷിയായ വിശുദ്ധൻ അവിടെ രക്തസാക്ഷിയായി മരിച്ചു. അതുമൂലം പെർഗമോസ് വിശ്വാസികളുടെ ജീവിതം സുരക്ഷിതമായിരുന്നില്ല. ഈ വൈഷമ്യമേറിയ സാഹചര്യങ്ങളിലും പെർഗമോസ് വിശ്വാസികൾ അവരുടെ വിശ്വാസം ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നുവെന്ന് കർത്താവ് ഈ സഭയെക്കുറിച്ച് അഭിമാനമായി പറയുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രിസ്തു അവരുടെ ശത്രുക്കളെ തൻ്റെ വചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാളാൽ നശിപ്പിക്കുമെന്ന് കർത്താവ് അവർക്ക് ഉറപ്പ് നൽകും. നമുക്ക് റെവലേഷൻ ചാപ്റ്റർ 2 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പഠിക്കാം. 14ഉം 15ഉം ഞാൻ വായിക്കുന്നു. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ട്. ഔവണ്ണം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബിലയാമിൻ്റെ ഉപദേശം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്പേഴ്സ് ചാപ്റ്റർ 22 to 25 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വിശദമായി വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിയൻ അല്ലാത്ത ബിലയാം എന്ന ഒരു പ്രവാചകൻ ബാലാക്ക് എന്ന മോവാബ്യ രാജാവിൻ്റെ കൂടെ കൂടി ഇസ്രയേലിയരെ മിശ്ര വിവാഹങ്ങൾക്കും വിഗ്രഹാരാധനയിലും അധാർമിക മാർഗങ്ങളിലും നടത്തി. ഇവിടെ പെർഗമോസ് സഭയിലെ ചില വിശ്വാസികൾ സാഹചര്യങ്ങളുടെ നിലവാരങ്ങൾ അനുസരിച്ച് മാറാനുള്ള ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. അവർ പുറംജാതി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിഗ്രഹാരാധനയിലും അധാർമിക മാർഗങ്ങളിലും കൂട്ടുനിൽക്കുകയും ചെയ്തു. നിക്കലാവിയരുടെ ഉപദേശത്തെക്കുറിച്ച് നാം റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 6 വിശദമായി പഠിച്ചല്ലോ. അവർ അധികാരമേറ്റെടുത്ത് തെറ്റായ ഉപദേശത്തിലും ആചാരങ്ങളിലും വിശ്വാസജനത്തെ നടത്തുന്നു. എഫെസോസ് സഭ അവരെ മാറ്റി നിർത്തിയപ്പോൾ പെർഗമോസ് സഭയിലെ ചിലർ അവരുടെ ഉപദേശങ്ങൾ ഏറ്റെടുത്തു എന്നത് ഈ സഭയുടെ ഒരു വലിയ വീഴ്ചയായി ഇവിടെ യേശു കർത്താവ് അവർക്ക് എഴുതുന്നു. നമുക്ക് 16-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. 7 സഭകൾ ഉള്ളതിൽ 5 സഭകളോടും കർത്താവ് മാനസാന്തരപ്പെടുക എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പെർഗമോസ് സഭയ്ക്ക് കർത്താവ് അവരുടെ ദുരാചാരങ്ങളും തെറ്റായ ഉപദേശങ്ങളും മാറ്റി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവിൻ്റെ വായിലെ വാൾ കൊണ്ട് അവർക്ക് വേഗത്തിൽ വന്ന് ശിക്ഷ നടപ്പിലാക്കും എന്ന ശക്തമായ താക്കീത് നൽകുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ, സോഡ്, നമുക്ക് ഹീബ്രൂസ് 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ഞാനത് വായിക്കുന്നു. ഹീബ്രൂസ് 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. പെർഗമോസ് സഭയെ പരിചയപ്പെടുത്തിയപ്പോൾ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ എന്ന് കർത്താവ് തന്നെ അവരോട് സംബോധന ചെയ്തത് ഇതിൻ്റെ കൂടെ ചിന്തിക്കുന്നത് ഉചിതമാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
എന്ന് 7 സഭകളോടുമുള്ള ദൂതിൽ കർത്താവ് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 15 വാക്യത്തിൽ തൻ്റെ ഈ ലോകത്തിലെ അവസാന ശുശ്രൂഷ സമയത്തും യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ 2 തെറ്റായ ഉപദേശങ്ങൾ, ബിലയാമിൻ്റെയും നിക്കലോദിയരുടെയും ഉപദേശങ്ങളിൽ തെറ്റിപ്പോകാതെ വിജയിക്കുന്നവർക്ക് യേശു കർത്താവ് ഇവിടെ 2 വാഗ്ദാനങ്ങൾ നൽകുന്നു. 1 മറിഞ്ഞിരിക്കുന്ന മന്ന, 2 വെള്ളക്കല്ല്, ആ വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയ പേര്. ഇസ്രായേൽ മക്കൾ കനാനിൽ കൂടിയുള്ള മരുഭൂമി യാത്രയിൽ യഹോവ അവർക്ക് ആകാശത്തു നിന്നും മന്ന കൊടുത്തു. യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത മറിഞ്ഞിരിക്കുന്ന മന്ന നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 47 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. ഇവിടെ റെവലേഷൻ 2 അധ്യായം 17 വാക്യത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്ക് ആത്മീയ മന്ന അഥവാ നറിഷ്മെൻറ്റ് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ആത്മീക ജീവിതം വിജയകരമായി കൊണ്ടുപോകേണ്ടതിന് സ്വർഗത്തിൽ നിന്നും തരുന്ന ആ മന്ന നമുക്ക് ആവശ്യമാണ്. അത് നമ്മെ നിത്യജീവങ്കിലേക്ക് നടത്തുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായം 48 വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. വീണ്ടും 51 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. പിന്നെ വീണ്ടും 54 വാക്യത്തിൽ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നും, വീണ്ടും 58 വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം ഇതാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് നാം വായിക്കുന്നു. ഇത്രയും വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ മറിഞ്ഞിരിക്കുന്ന മന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ മരണവും ഉയിർത്തെഴുന്നേൽപ്പും അതിൽ നിന്നുമുള്ള രക്ഷയുമാകുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. എഫെസോസിലെ സഭയ്ക്ക് നിത്യജീവൻ്റെ പ്രതീകമായ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന പ്രോമിസ് കർത്താവ് നൽകുന്നു. സ്മിർന സഭയ്ക്ക് നിത്യജീവൻ്റെ പ്രതീകമായ ജീവകിരീടം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ ഇതാ പെർഗമോസ് സഭയ്ക്ക് നിത്യജീവൻ്റെ പ്രതീകമായ മറിഞ്ഞിരിക്കുന്ന മന്ന യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു അനുഭവമാകുന്നു ഇത്. പ്രൈസ് ദ ലോർഡ്. 2ാമത്തെ വാഗ്ദാനമായ വെള്ളക്കല്ല് ആത്മീയതയെ കാണിക്കുന്നു. അതിലെഴുതിയിരിക്കുന്ന പുതിയ പേര് അത് ലഭിക്കുന്ന ആൾക്ക് മാത്രമേ വായിക്കുവാൻ പറ്റുകയുള്ളൂ. അന്നത്തെ ഗ്രീസ് റോമൻ ഭരണകാലത്ത് പേരെഴുതിയ വെള്ളക്കല്ല് വിജയത്തെയും പദവിയെയും അംഗീകാരത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇത് യേശുക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. ഇവിടെ കർത്താവ് തരുന്ന പേരെഴുതിയ വെള്ളക്കല്ല് നിർണായകരമായ ആനുകൂല്യം, ബഹുമാനം, പ്രത്യേക പദവികൾ, പുതിയതും നിലനിൽക്കുന്നതുമായ വ്യക്തിത്വം ഇതൊക്കെയും കാണിക്കുന്നു. എത്ര ഭാഗ്യകരമായ ഒരു പദവിയാണ് കർത്താവ് ദൈവമക്കൾക്ക് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. എഫെസോസ് സഭയ്ക്ക് 7 കാൻഡിൽസ് പിടിച്ച് 7 നിലവിളക്കിൻ്റെ മധ്യേ കൂടി നടക്കുന്ന യേശുവിനെ നാം കാണുന്നു. 2ാമത്തെ സഭയായ സ്മിർന സഭയ്ക്ക് ആദ്യനും അന്ത്യനുമായി മരിച്ചിട്ടും ജീവിക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. എന്നാൽ പെർഗമോസ് സഭയോട് ദൈവവചനമായ മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ളവൻ എന്ന് ദൈവം സംബോധനം ചെയ്യുന്നു. 16 വാക്യത്തിൽ മാനസാന്തരപ്പെടുക എന്ന ശക്തിയായി അവരോട് ആവശ്യപ്പെടുന്നു. അതിന് കാരണം അവരുടെ ഇടയിലുള്ള ജാതികളുടെ ആചാരങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, ജാതികളുമായുള്ള വിഗ്രഹാരാധന ഇവയൊക്കെയാണ്. 1-ാം നൂറ്റാണ്ടിലെ പെർഗമോസ് സഭയിൽ ഉള്ള ക്രിസ്ത്യാനികളിൽ കടന്നുകൂടിയ വ്യാജ പഠിപ്പിക്കലുകളും ഭൗതിക വിശ്വാസത്തിൻ്റെയും ഭൗതിക ആശ്വാസത്തിൻ്റെയും ചുറ്റുമുള്ള ജാതികളുടെ സംസ്കാരങ്ങളിൽ ഇടകലർന്ന് പോകുവാനുള്ള ഒരു പ്രവണതയും ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. നാം നമ്മുടെ ജോലിസ്ഥലങ്ങളിലും നാട്ടിലും അയൽവക്കത്തുമൊക്കെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവർ ആയിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ
ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് കണ്ട് വിമർശിച്ച പരീശന്മാരോട് യേശു പറഞ്ഞത് 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റിനുമുള്ള അക്രൈസ്തരോടും ജാതികളോടും നാം സ്നേഹമായും സൗഹൃദയിലും സഹോദരത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങൾ നീട്ടി അവരെ കൂടെ ചേർക്കണം. നമ്മുടെ നടപ്പിൽ നിന്നും നോട്ടത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നാം ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് പകരണം. എന്നാൽ നമ്മുടെ ഭവനങ്ങളിലും ആരാധന സ്ഥലങ്ങളിലും യേശു കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും ചിത്രകലകളോ കലാസൃഷ്ടികളോ ആചാരങ്ങളോ അലങ്കാരങ്ങളോ ജാതികളുടെ ഫെസ്റ്റിവൽസ് അഥവാ ഉത്സവ സമയങ്ങളിൽ ഇവയുടെ ആഘോഷങ്ങളുടെ സമയത്ത് അവരുടെ ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ വേഷം കെട്ടുക, ഡ്രാമ കളിക്കുക, നാടകങ്ങൾ, പാട്ടുകൾ, നൃത്തങ്ങൾ, ഇവയിൽ ചിലതൊക്കെയെങ്കിലും ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരമെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു. ഇൻ എക്സോഡസ് 34:14 നാം ഇങ്ങനെ വായിക്കുന്നു, അവർ ഗോഡ് ഈസ് എ ജലസ് ഗോഡ്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഗലേഷ്യൻസ് 5:16 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. ജാതികളുടെ ലെജൻഡറിയായ ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ അതിന് ഒരു അതിര് കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ആഘോഷങ്ങൾക്ക് നമ്മുടെ വിശുദ്ധ ആലയങ്ങളിലും വീടുകളിലും സ്ഥാനമില്ല. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 21:12 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുന്നത് അനുയോജ്യമായി തോന്നുന്നു. യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയായി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രത ഉള്ളതായിരിക്കണം. സൊസൈറ്റിയുടെ സമ്മർദ്ദങ്ങളോ താൽക്കാലിക വിനോദങ്ങളോ സാഹചര്യങ്ങളോ ഭൗതിക സുഖമോ മൂലം നമുക്ക് യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച ബന്ധത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വിട്ടുവീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല. ദൈവവചനത്തെ കുറച്ചു കാണുകയും ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അവഗണിക്കുകയും യേശുവിൻ്റെ മഹത്തായ നിയോഗത്തിൻ്റെ പ്രാധാന്യത്തെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ശരിയായ കാര്യങ്ങൾ തെറ്റായും തെറ്റായ കാര്യങ്ങൾ ശരിയായും വിധി എഴുതുന്ന ഒരു മോഡേൺ സൊസൈറ്റി. ഈ സാഹചര്യത്തിൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ സഭയും നമ്മുടെ വിശ്വാസം കാത്ത് ദൈനംദിന ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രതയുള്ളത് ആയിരിക്കണം. പ്രോവേർബ്സ് 3-5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. പെർഗമോസ് സഭയിലെ വിശ്വാസികൾക്ക് കർത്താവ് പ്രോമിസ് ചെയ്ത മറിഞ്ഞിരിക്കുന്ന മന്ന ആത്യന്തിക ആത്മീയ പോഷണത്തെയും യഥാർത്ഥ നിത്യജീവനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. വെളുത്ത കല്ലിൽ എഴുതിയ പേര് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിജയത്തെയും ക്രിസ്തുവുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിനെയും പ്രതികരിക്കുന്നു. പെർഗമോസ് സഭയിലെ വിശ്വാസികൾക്ക് യേശു കർത്താവ് പ്രോമിസ് ചെയ്ത ആ മറിഞ്ഞിരിക്കുന്ന മന്ന, അതായത് നിത്യജീവൻ, അവർക്ക് പ്രതിഫലമായി കൊടുക്കുന്ന വെള്ളക്കല്ലിൽ എഴുതിയ പുതിയ പേര്, ഇവയെല്ലാം പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.